സൗദി അറേബ്യ പോലും യോഗയെ അംഗീകരിച്ചു. സൗദി അറേബ്യയിലെ മക്കയിലും മദീനയിലും അതുപോലെയുള്ള പുണ്യസ്ഥലങ്ങളിലൊക്കെ യോഗ പരിശീലനം ആരംഭിച്ചു. അതും സൗദി അറേബ്യയിലെ ഒരു വനിതയാണ് ക്ലാസ് എടുക്കുന്നത്. അവർ ഇന്ത്യയിൽ വന്ന് യോഗ പഠിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ ലോകം ഭാരതത്തെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഫോളോ ചെയ്യുന്നു എന്നൊക്കെയാണ് മനസ്സിലാവുക. ഏകദേശം 18-ാം നൂറ്റാണ്ടുകൂടി തന്നെ യൂറോപ്യൻസ് യോഗയെ അംഗീകരിച്ചു. യൂറോപ്പിൽ യോഗ വ്യാപകമായി. എന്നാൽ എന്താണ് യോഗ? യോഗയും ഭാരതവും തമ്മിലുള്ള ബന്ധം എന്താണ്? അത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കാര്യം എന്തായാലും യോഗയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. സഹസ്രാബ്ദങ്ങളുടെ കാലപ്പഴക്കവുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഋഗ്വേദത്തിൽ, അതുപോലെ പിൽക്കാലത്തുണ്ടായ കഠോപനിഷത്ത്, മറ്റു ഇതിഹാസ പുരാണ ഗ്രന്ഥങ്ങൾ, അവയിലൊക്കെ യോഗയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ആദിയോഗി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ശിവനെയാണ്. ശിവൻ യോഗ 7 മഹർഷികൾക്ക് അഥവാ സപ്തമഹർഷികൾക്ക് യോഗ പഠിപ്പിച്ചു. അവർ ലോകത്തുടനീളം യോഗ പ്രചരിപ്പിച്ചു എന്നൊക്കെയാണ് കഥ. എന്തായാലും ഋഗ്വേദ കാലത്ത് തന്നെ യോഗയെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഏകദേശം 5000 വർഷത്തെ പഴക്കം യോഗക്കുണ്ട് എന്നതുള്ളത് സത്യമാണ്. അതായത് പ്രീ ക്ലാസിക്കൽ ഏജിൽ തന്നെ യോഗയുണ്ട്. എന്നാൽ അക്കാലത്തൊന്നും ഇന്നത്തെ പോലെ യോഗ ലോകവ്യാപകമായി അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ വ്യാപകമായ ഒരു ആചാരമല്ല. BC 500 മുതൽ AD 800 വരെയുള്ള ക്ലാസിക്കൽ കാലഘട്ടത്തിലാണ് യോഗ ഒന്നുകൂടി വ്യാപകമായത്. പതഞ്ജലി മഹർഷിയുടെ കാലത്ത് യോഗസൂത്ര എന്ന ഗ്രന്ഥം രചിക്കലോടുകൂടി യോഗ ഭാരതത്തിൽ വ്യാപകമായി. AD 800 ശേഷം AD 1700 വരെയുള്ള പോസ്റ്റ് ക്ലാസിക്കൽ ഏജിലാണ് യോഗ ഭാരതത്തിലെ സാധാരണക്കാർക്കിടയിൽ പ്രചരിക്കുന്നത്. അക്കാലം വരെയും ബ്രാഹ്മണരുടെയും മറ്റു ഉയർന്ന ജാതിക്കാരുടെയും കുത്തകയാണ് യോഗ. എന്നാൽ മോഡേൺ ഏജ് ആവുന്ന AD 1700 ശേഷമാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് യോഗ വ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് യൂറോപ്പ്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ യോഗ പ്രചരിക്കുന്നത് ഈ മോഡേൺ ഏജിലാണ്. എന്തായാലും യോഗ ആചരിക്കുക എന്നുള്ളത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. കാരണം 5000 വർഷത്തോളം പഴക്കമുള്ളൊരു ആചാരം. അത് നിസ്സാരമല്ല. മനുഷ്യ മനസ്സിനെ ഏകാഗ്രതയിലേക്കും നല്ല ചിന്തകളിലേക്കും നയിക്കുന്ന ഒരു ആചാരം. മനുഷ്യന് ആത്മവിശ്വാസവും ഭക്തിയും അതുപോലെ ശാരീരിക ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു നല്ല കാര്യം. അതിന്റെ ബെനിഫിറ്റായി പറയപ്പെടുന്നത് ചിത്തവൃത്തി നിരോധ എന്നാണ്. അതായത് യോഗ ആചരിക്കുന്നത് വഴി മനുഷ്യനെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന്, ദുഷ്ചെയ്തികളിൽ നിന്ന്, അതുപോലെ ദുഷിച്ച ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മുക്തമാക്കി നല്ല മനുഷ്യനാക്കി തീർക്കും എന്നതാണ്. അതായത് യോഗയിലുള്ളത് ഏതാനും ചില വ്യായാമ മുറകളാണ്. അത് മനുഷ്യ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഭാരതീയർ അതിൽ ചില മന്ത്രങ്ങളും ജപങ്ങളും പതിവുണ്ട്. എന്നാൽ ഇതേ സ്വഭാവം തന്നെയാണ് മുസ്ലിങ്ങൾ ചെയ്യുന്ന നമസ്കാരം എന്ന ആരാധന. അതിലും മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, അഥവാ ചിത്തവൃത്തി നിരോധ എന്ന അതേ തത്വം തന്നെയാണ് ഈ ആയത്തിലും പറയുന്നത്. നമസ്കാരം മനുഷ്യനെ തിന്മകളിൽ നിന്ന് തടയും. അപ്പോൾ ഈ സംസ്കൃത വചനവും ഈ ഖുർആൻ വചനവും ഒരേ അർത്ഥത്തിലാണ് കാണുന്നത്. അല്ലെങ്കിൽ നമസ്കാരത്തിന്റെയും യോഗയുടെയും പരിണിത ലക്ഷ്യം ഒന്ന് തന്നെയാണ്. മനുഷ്യനെ സംസ്കരിക്കുക, നന്നാക്കുക, തിന്മകളിൽ നിന്നും ദുഷിച്ച ചിന്തകളിൽ നിന്നും മനുഷ്യനെ മുക്തമാക്കുക.
അതുകൊണ്ട് തന്നെ നമസ്കാരത്തെയും യോഗയെയും ഒന്നും തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യോഗ ഇന്ത്യയിലാണ് തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈദിക യുഗത്തെക്കാൾ യോഗയ്ക്ക് പഴക്കമുണ്ടോ? ഇന്ത്യയിൽ യോഗ വ്യാപിക്കുന്നതിന് മുമ്പ് ലോകത്ത് മറ്റെവിടെയെങ്കിലും യോഗ പതിവ് ഉണ്ടായിരുന്നോ? ഇക്കാര്യം നാം അന്വേഷിക്കുമ്പോഴാണ് ഈജിപ്തിലേക്ക് എത്തപ്പെടുന്നത്. ഇന്ത്യയിൽ യോഗ ആരംഭിച്ച് അല്ലെങ്കിൽ അത് പ്രചരിച്ച് ഏകദേശം 5000 വർഷത്തെ അല്ലെങ്കിൽ BC 3000-ഓളം കാലപ്പഴക്കമാണ് നമുക്ക് കണ്ടെത്താനാകുന്നതെങ്കിൽ, ഈജിപ്തിൽ ഏകദേശം BC 8-ാം സഹസ്രാബ്ദത്തിന്റെയും BC 10-ാം സഹസ്രാബ്ദത്തിന്റെയും ഇടയിൽ തന്നെ യോഗയുണ്ട്. നമുക്കറിയാം, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ നിന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരവും അല്ലെങ്കിൽ അതുപോലെ മറ്റ് ലോക സംസ്കാരങ്ങളെല്ലാം രൂപപ്പെട്ടത്. എത്രത്തോളം എന്നാൽ ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ആര്യന്മാർ പോലും മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇന്ന് കാണുന്ന ഇറാഖ്, ഇറാന്, സിറിയ, ഡമസ്കസ് എന്നിങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം പ്രാചീന മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ BC 3000-ൽ ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന ആര്യന്മാര് ഇന്ത്യയിൽ യോഗ ആരംഭിച്ചുവെങ്കിൽ, അതിന്റെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഈജിപ്തിൽ യോഗ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ യോഗയും അല്ലെങ്കിൽ ഭാരതീയ യോഗയും അതുപോലെ ഈജിപ്ഷ്യൻ യോഗയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുമില്ല. രണ്ടും ഒരേ സ്വഭാവത്തിലാണ്. ഇന്ത്യൻ യോഗയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് അല്ലെങ്കിൽ ഒരു കർമ്മമാണ് സൂര്യ നമസ്കാരം. അതായത് സൂര്യ ഭഗവാനെ ആരാധിക്കുക, നമിക്കുക. ഒരു കാര്യമുണ്ട്, അതായത് സൂര്യൻ എന്നുള്ളത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ ഒരു ദൈവമായിരുന്നു. അതുപോലെ ഗ്രിഗോറിയൻ സംസ്കാരത്തിലും സൂര്യൻ ദൈവമായിരുന്നു. നമ്മുടെ ഭാരതീയ വൈദിക സംസ്കാരത്തിലും സൂര്യൻ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൂര്യ നമസ്കാരം എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ആചാരമല്ല. ഈജിപ്തുകാര് അവരുടെ യോഗയെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന് നാമകരണം ചെയ്തിരുന്നത് സ്മായി തവി എന്നാണ്. അവിടെ യോഗ എന്നുള്ള പേരില്ല. ഇന്ത്യയിൽ യോഗ എന്ന് പേര് വിളിക്കുന്നതിന് പകരം അവർ സ്മായി തവി എന്ന് വിളിക്കുന്നു. രണ്ടും ഒരേ സ്വഭാവത്തിലാണ്. പേരിലും ചൊല്ലുന്ന അല്പം ചില മന്ത്രങ്ങളിലും മാത്രമാണ് വ്യത്യാസമുള്ളത്. കർമ്മങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. രണ്ടിലും തത്തുല്യമായ സമാന്തരങ്ങളായ ഫിസിക്കൽ വർക്കൗട്ടുകളുണ്ട്. രണ്ടിന്റെയും ലക്ഷ്യം ദൈവത്തിൽ അധിഷ്ഠിതമാണ്. ദൈവത്തിന്റെ പ്രീതി, ദൈവഭക്തി, മനസ്സിനെ ശുദ്ധീകരിക്കുക, തിന്മയിൽ നിന്ന് അകലുക എന്നിങ്ങനെയാണ്. മനസ്സിന് ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ ലഭ്യമാവുക. എന്നാൽ ഇതേ സ്വഭാവം തന്നെയല്ലേ മുസ്ലിങ്ങൾ ചെയ്യുന്ന നമസ്കാരത്തിലുമുള്ളത്? നമസ്കാരം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ മറ്റൊരു ചിന്തയും പാടില്ല. പൂർണ്ണമായി സ്രഷ്ടാവായ ദൈവത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ലളിതമായ ചില ഫിസിക്കൽ വർക്കൗട്ടുകൾ നമസ്കാരത്തിലുമുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പ്രാർത്ഥനകള്, മന്ത്രങ്ങള്, ജപങ്ങള്, തസ്ബീഹ് എന്ന് വിളിക്കുന്നു. ഇത് തന്നെയാണ് യോഗയുടെയും നമസ്കാരത്തിന്റെയും അടിസ്ഥാനം. അപ്പോൾ ഈജിപ്തിലും ഭാരതത്തിലും മുസ്ലിങ്ങളിലുമുള്ള ഈ കർമ്മങ്ങൾ ഒരേപോലെ ഉണ്ടാകാനുള്ള കാരണം മെസപ്പൊട്ടോമിയയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ആരാധന രീതി ആയതുകൊണ്ടാണ്. ഈ മെസപ്പൊട്ടോമിയ എന്നാൽ നൂഹ് നബിയുടെ സന്തതികളിൽ രൂപപ്പെട്ട ഒരു സംസ്കാരമാണ്. അതായത് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സിവിലൈസേഷൻ അതാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, അക്കാലത്തുള്ള പ്രവാചകന്മാരുടെ നമസ്കാര രീതിയാണ് പിൽക്കാലത്ത് യോഗ എന്ന പേരിൽ ആര്യന്മാരിലൂടെ ഇന്ത്യയിലെത്തിയതും അതുപോലെ സ്മായി തവി എന്ന പേരിൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ലയിച്ചു ചേർന്നതും ഒരേ അടിസ്ഥാനത്തിൽ നിന്ന് ഉത്ഭവിച്ച ആരാധനയാണ്. അങ്ങനെയുള്ള യോഗയുടെയും സ്മായി തവിയുടെയും എല്ലാത്തിന്റെയും അടിസ്ഥാനത്തെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വലാ എന്ന അഥവാ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി എന്ന
ആ വിശാലമായ നിർവചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ശരിയായ വിധത്തിൽ ഇസ്ലാമികമായ നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു യോഗയുടെയും സ്മായ് തവിയുടെയും ഒന്നും ആവശ്യമില്ല. കാരണം മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുന്ന കാര്യത്തിൽ നമസ്കാരത്തോളം ഫലവത്തായ ഒന്നും തന്നെ ലോകത്തില്ല. സർവകാലത്തേക്കും സർവദേശത്തേക്കും ഉപയുക്തമാകുന്ന ഒരു യോഗയാണ് നമസ്കാരം. രാവിലെ അല്ലെങ്കിൽ അതിരാവിലെ യോഗയ്ക്ക് വേണ്ടി ഓടിപ്പോകുന്ന പല മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളുമുണ്ട്. എന്തിനാണ് യോഗ കേന്ദ്രങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഓടിപ്പോകുന്നത്? അതിവെളുപ്പിന് തന്നെ അവർ പോകുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരമാണ് ഏറ്റവും വലിയ യോഗ. അതിരാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് സുബഹി ബാങ്ക് വിളിച്ച ഉടനെ സുബഹിയുടെയും സുന്നത്ത് നമസ്കരിച്ച് പിന്നെ 2 റക്അത്ത് സുബഹിയുടെ ജമാഅത്ത് അല്ലെങ്കിൽ ഫർദ് നമസ്കാരവും നമസ്കരിച്ചാൽ അതിലുള്ള സുജൂദും റുകൂഉം അത്തഹിയ്യാത്തുമെല്ലാം അതിന്റെ എല്ലാ സുന്നത്തായ കർമ്മങ്ങളും സുന്നത്തായ വശങ്ങളും സുന്നത്തായ തസ്ബീഹുകളും എല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം വലിയൊരു യോഗ ലോകത്ത് മറ്റൊന്നുമില്ല. അതായത് നമസ്കാരം അഥവാ സ്വല എന്നുള്ളത് യോഗയുടെ മാതാവാണ്. അപ്പോൾ പിന്നെ ഒരു സംശയമുണ്ടാവും, പിന്നെ എന്തിനാണ് സൗദി അറേബ്യയിൽ യോഗ ആരംഭിച്ചത്? നമസ്കാരം പോരെ? അല്ലെങ്കിൽ നമസ്കാരം പതിവുണ്ടല്ലോ. ഒരു കാര്യം മനസ്സിലാക്കുക, സൗദി അറേബ്യയിൽ ഗവൺമെന്റ് നിർബന്ധമായോ അല്ലെങ്കിൽ വ്യക്തികൾക്ക് വ്യാപകമായോ യോഗ നൽകുന്നില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. ഇന്ത്യയിൽ വന്ന് യോഗ പഠിച്ച ഒരു സ്ത്രീ അവളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണ്ടവർക്ക് യോഗ പരിശീലനം നൽകുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതാകട്ടെ കേവലം കർമ്മങ്ങളാണ്, അഥവാ ഫിസിക്കൽ വർക്കൗട്ടുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭാരതീയ യോഗയെപ്പോലെ സംസ്കൃത വചനങ്ങളാകുന്ന മന്ത്രങ്ങളും ജപങ്ങളും ഒന്നും അതിൽ പതിവില്ല, അവിടെ അലോഡുമല്ല. അതായത് കളറിയും കരാട്ടയും മറ്റു കുങ്ഫു പോലെയുള്ള ഫിസിക്കൽ വർക്കൗട്ടുകളൊന്നും പതിവില്ലാത്ത, ആയോധന കലകളൊന്നും പതിവില്ലാത്ത ഒരു രാജ്യത്ത് വളരെ ലളിതമായൊരു ആയോധന കലയെ പോലെയുള്ള ഒരു ഫിസിക്കൽ വർക്കൗട്ട് സംവിധാനം അവർക്ക് ആദ്യമായി പരിചയപ്പെട്ടു കിട്ടിയത് അവിടെ നടപ്പാക്കി. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ വന്ന് യോഗ പഠിച്ച ഒരു സ്ത്രീ അവളുടെ ജീവിത വരുമാന മാർഗത്തിന് വേണ്ടി ഒരു യോഗ കേന്ദ്രം ആരംഭിച്ചു എന്ന് മാത്രം.